എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. IRCTC പ്രൊഫൈലിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. ഇപ്പോൾ ഇത് നിർബന്ധമാണ്. IRCTCയുടെ വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും രജിസ്റ്റർ ചെയ്ത് പുതിയ ടിക്കറ്റ് എങ്ങനെ എടുക്കാമെന്നതിനെ സംബന്ധിച്ച വീഡിയോകൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് മുകളിലെ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ആദ്യമായി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ടിക്കറ്റ് എടുക്കുന്നവർക്ക് ആധാർ ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോകളിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് നിലവിലൊരു ID ഉണ്ടായിരിക്കുകയും അതിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുമാണ്, പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുമാണ് ഇവിടെ നോക്കുന്നത്. ഇനി മുതൽ അങ്ങനെ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ തൽക്കാൽ ടിക്കറ്റ് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നോർമൽ ടിക്കറ്റിനും അധികം താമസിക്കാതെ തന്നെ ആധാർ അപ്ഡേഷൻ വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെ ആധാർ അപ്ഡേറ്റ് ചെയ്യുക വഴി നമുക്ക് 24 PNR ടിക്കറ്റുകൾ എടുക്കാൻ സാധിക്കുകയും ചെയ്യും. നമ്മൾ ഹോം പേജിൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ആധാർ ഓതൻറ്റിക്കേഷനെ കുറിച്ചുള്ള പോപ്പപ്പ് വിൻഡോ നമുക്ക് കാണാവുന്നതാണ്. മാത്രവുമല്ല, ഒരു തൽക്കാൽ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഓതൻറ്റിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മുകളിൽ ആധാർ ഓതൻറ്റിക്കേഷൻ കമ്പൽസറി ആണെന്ന് എഴുതി കാണിക്കുന്നതും കാണാം. ഇനി നമുക്ക് നിലവിലുള്ള ഒരു പ്രൊഫൈലിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നേരത്തെ നമുക്ക് എന്ത് ഡീറ്റെയിൽസ് കൊടുത്തും കറക്റ്റായിട്ടുള്ള പേരൊന്നും കൊടുക്കാതെ എന്തെങ്കിലും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്ത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ടിക്കറ്റ് എടുക്കാമായിരുന്നു. ഇനി മുതൽ അതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിനായിട്ട് നിലവിലുള്ള യൂസർ ഐഡിയും പാസ്വേഡും താഴെയുള്ള ക്യാപ്ച കോഡും കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടുന്നത്. ആദ്യമായിട്ട് സൈറ്റിൽ പ്രവേശിച്ച ശേഷം മുകളിലായിട്ട് ലോഗിൻ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്താണ് യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ടുന്നത്. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ വലത് സൈഡിലായിട്ട് മൈ അക്കൗണ്ട് എന്ന് കാണാം. അവിടെ ഒന്ന് പ്രസ് ചെയ്യണം. ശരിക്ക് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് താഴെ ഓതൻറ്റിക്കേറ്റ് യൂസർ എന്ന് വരും. അവിടേക്ക് കഴ്സർ താഴോട്ട് കൊണ്ടുവന്ന് ആ ഓതൻറ്റിക്കേറ്റ് യൂസറിൽ വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ നമുക്കിവിടെ ആധാർ നമ്പർ ഉപയോഗിച്ചും അതുപോലെ പാൻ കാർഡ് നമ്പർ ഉപയോഗിച്ചും ഓതൻറ്റിക്കേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഞാനിവിടെ ആധാറിന് നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്ത് അത് ഉപയോഗിച്ചാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ തുടങ്ങിയവയൊക്കെ കറക്റ്റ് ആധാറിലുള്ളതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ ശരിക്കുള്ളതായിരിക്കത്തില്ല മിക്കവരും കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും ഒരിക്കൽ മാത്രമേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് കൊടുക്കുവാൻ ശ്രദ്ധിക്കൂ. ആദ്യത്തെ കോളത്തിൽ ആധാർ നമ്പറാണ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. മിക്കവരും അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവുകയില്ല. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ആളിൻ്റെ ആധാർ നമ്പർ കറക്റ്റായിട്ടുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് താഴോട്ടുള്ളതെല്ലാം കറക്റ്റ് ചെയ്യുകയും വേണം. ഇവിടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ തുടങ്ങിക്ക് നേർക്കുള്ള പെൻസിൽ മാർക്കിൽ പ്രസ് ചെയ്താണ് അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ശരിയായിട്ടുള്ളത് കൊടുക്കേണ്ടത്, ആധാറിലുള്ളത് പോലെ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ആ ഒരു പെൻസിൽ മാർക്കിൽ പ്രസ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ലഭിക്കുന്നത്. ഇവിടെ നമുക്കിത് റോങ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടുന്നത് വീണ്ടും നമ്മൾ പഴയതുപോലെ ആദ്യം തൊട്ട് എടുത്ത് വരികയാണ് ചെയ്യേണ്ടുന്നത്. ഞാനിവിടെ പേരുൾപ്പെടെ ഓരോന്നും എടുത്ത് അപ്ഡേറ്റ് ചെയ്യുകയാണ്. താഴെയുള്ള സേവ് പ്രസ് ചെയ്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടുന്നത്. അങ്ങനെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആ മൊബൈലിലേക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്തു വേണം അപ്ഡേറ്റ് ചെയ്യാൻ. പഴയ നമ്പർ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ നമ്പർ ടൈപ്പ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ സേവ് കൊടുത്ത് അതിനുശേഷം മൊബൈലിലേക്ക് വരുന്ന OTP കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യണം. ഇമെയിൽ IDയും ഇങ്ങനെ തന്നെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടുന്നത്. അതുമാത്രമല്ല, ആധാറിലെ അഡ്രസ്സ് ഇവിടെയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ആധാറിലെ അഡ്രസ്സ് എന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ജില്ലയും താലൂക്കും പോസ്റ്റ് ഓഫീസും പിൻകോഡും ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് താഴെ വന്ന് സേവ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും ഒരിക്കൽ മാത്രമേ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അത് ശ്രദ്ധിച്ച് കൊടുക്കുക തന്നെ വേണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിൽ ഒന്നിലധികം തവണ തുടർച്ചയായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയും അൺവാണ്ടഡ് ക്ലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആവുകയും പിന്നീട് നമുക്ക് 24 hours കഴിഞ്ഞ്, അതായത് തൊട്ടടുത്ത ദിവസം മാത്രമേ ഇത് നമുക്ക് പിന്നീട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ക്ലിക്കുകൾ കൊടുത്ത് ശ്രദ്ധിച്ച് ചെയ്യുവാൻ ശ്രമിക്കുക. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം വെരിഫൈ ഡീറ്റെയിൽസ് ആൻഡ് വെരിഫൈ OTP എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് OTP പോകുന്നതാണ്. ആ OTP ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് വന്ന OTP താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം താഴെയുള്ള കണ്ടീഷൻസ് എഗ്രി ചെയ്യണം. താഴെയുള്ള ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം താഴോട്ട് വന്ന് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് യുവർ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആർ സക്സസ്ഫുള്ളി ഓതൻറ്റിക്കേറ്റ് വിത്ത് ആധാർ എന്ന് എഴുതി കാണിക്കുന്നതും നമുക്ക് കാണാം. ഇങ്ങനെ പ്രൊഫൈൽ അപ്ഡേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണിപ്പോൾ. ഇങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാൽ നിങ്ങൾ ആദ്യം തൊട്ട് വീണ്ടും ലോഗിൻ ചെയ്ത് വന്ന് ചെയ്താൽ മതിയാകും. നേരത്തെ അപ്ഡേറ്റ് ചെയ്തൊക്കെ അവിടെ തന്നെ ഉണ്ടാകും. ബാക്കി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇവിടെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.